அண்ணாய் யாரு? அது வந்து கொஞ்சம் வாங்க வாங்க வாங்க. ഇത് തന്നെയായിരുന്നല്ലേ, വെറുതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോ അപ്പുറത്തോട്ട് കയറിയാലോ. അല്ല പൊന്നാ, എനിക്കൊരു സംശയം. എന്താ? ഇത്രയും നല്ല ആൾക്കാരാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും വലിയ ഗേറ്റും ഇങ്ങനത്തെ ഗുണ്ടുകളൊക്കെ വെച്ചിരിക്കുന്നത്? എടാ, അപ്പുറത്തെ വീട്ടിലെ ആ അസുരനാ താമസിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലത്തെ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടേ? ആണോ? വണക്കം. നമസ്കാരം സാർ. ഞങ്ങൾ രണ്ടാളും കൊച്ചിയിൽ നിന്ന് വരിക. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ അളിയൻ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ആ 8000 സ്ക്വയർ ഫീറ്റ് സ്ഥലം. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവോ? അത് വന്ന് സാർ, ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സ്ഥലം ഇവങ്ക അപ്പ വിത്തിരിച്ചു. അതെന്റെ ഫാദറിന്റെ സ്ഥലമാണ് സാർ. ആ സ്ഥലമാണ് നിങ്ങളുടെ അളിയൻ ദേവരാജൻ കൈവശമാക്കി വെച്ചിരിക്കുന്നത്. കൈവശമാക്കി വെച്ചിരിക്കുന്നൊന്നും പറയണ്ടാ, പിടിച്ചു വെച്ചിരിക്കുക ഒണ്ണാക്കമാടൻ. കള്ളച്ചേറ്റയാ സാറേ, വേറും ചേറ്റ. പേരിട്ടിരിക്കുന്ന കണ്ടില്ലേ, ദേവരാജൻ. വേറും കള്ള മാറിയ. പൊന്ന, നമുക്കറിയാത്തവരെ കുറിച്ച് വല്ലതൊന്നും വിളിച്ചു പറയരുത്. എത്രയൊക്കെയാണെങ്കിലും അവർ റിലേറ്റീവ്സ് അല്ലേ, അവർക്ക് ദേഷ്യം വരാതിരിക്കോ? പിന്നെ അവർ നമ്മളെ എടുത്തിട്ടങ്ങ് താങ്ങും. കാര്യം പറഞ്ഞ ഏത് സാറിനും മനസ്സിലാവും അല്ലേ സാർ? നിങ്ങൾക്ക് ജോലി വളരെ എളുപ്പമാണ് സാർ. ഹോൾഡ് ദിസ്. നിങ്ങളുടെ അളിയനോട് ആ സൈറ്റ് ഞാൻ എങ്ങനെയെങ്കിലും വിറ്റ് തരാമെന്ന് പറഞ്ഞ് ആ പേപ്പറിങ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ മതി. അവനെ പഠിപ്പും വിവരമൊന്നും ഇല്ലല്ലോ, ടമ്പിയും പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞു. ഈ ഡമ്മി പേപ്പർ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒറിജിനലിക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയിക്കോളാം. இந்த ഐഡിയ എപ്പിടി ഇருக்கு? സോറി, സാറിന്റെ അളിയൻ ദേവരാജന്റെ പേര് ഓർമ്മയുണ്ട്. എന്നാ സാറിന്റെ പേരെന്താണെന്ന് അങ്ങോട്ട്. ഉങ്ങളുടെ പേരെന്നാ സാർ? ഇതുപോലത്തെ തമാശ കേട്ടിട്ട് കാലം കുറെ ആയി ദേവരാജ. ഈശ്വര, എന്റെ കൂട്ടുകാരൻ കറക്റ്റായിട്ടാ പറഞ്ഞ. 6 തന്നെയാടാ പുല്ലേ. നീ പറഞ്ഞ പോലെ 9 അല്ല. ശബരിമലയ്ക്ക് പോയി സന്നിധാനം എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ടാ? എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അത് സരിത സിദ്ധപ്പ. നമ്മളെ കുറിച്ച് ഇവിടെ മാത്രം അറിഞ്ഞാൽ പോരാ, അങ്ങ് കൊച്ചി വരെ തിരിഞ്ചാകണം. അല്ലെങ്കിൽ ഓരോരുത്തന്മാര് ബാഗം തൂക്കിയതുപോലെ ഇങ്ങനെ ഇറങ്ങിക്കോളും. നമുക്കൊന്ന് ഫേമസ് ആവണം. നല്ല കാര്യം ചെയ്ത് നമുക്കൊരിക്കലും ഫേമസ് ആവാൻ കഴിയില്ല. പക്ഷെ കൊന്നും കൊല വിളിച്ചും ഫേമസ്. എന്റെ നാട്ടിൽ വന്ന് എന്റെ സ്വത്ത് കൊണ്ട് പോടാ നീ. കൊന്ന് സുടുകാട്ടിലെ ഉണ്ടി പണമാ പാസ്. വീടന്വേഷിച്ച് ഇത്രയും ദൂരം നടക്കേണ്ട ആവശ്യമുണ്ടോ? സൊല്ലിരുന്നെങ്ങനെ വണ്ടി അമിച്ചിരിപ്പല്ലേ? എന്താ മോനെ, നടന്നൊരുപാട് ക്ഷീണിച്ചോ? തൊണ്ടുമായി വെട്ടി ഇവിടുത്തെ പന്നികൾക്ക് കൊടുക്കും നിന്നെ. മനസ്സിലായോടാ? എനിക്കൊന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ തന്നെ തന്നേക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പുള്ളിയോടൊന്ന് വിളിക്കാൻ പറയേ. അവര് പേരനെ തമ്പേ. അയാളുടെ പേരെന്തോടെ? ബാലു. ബാലസുബ്രഹ്മണ്യം. അവൻ ഇനിയും ആശ തീർന്നില്ലേ? എന്നോടത് മേലിൽ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും ഞാൻ. എന്താ ഇതൊക്കെ? എന്തിനാ വിഷമിക്കുന്നേ? പഠിച്ചവർ മാറിയിരിക്കീങ്ക. ഒരുപാട് ദൂരത്തുനിന്ന് വന്നിരിക്കല്ലേ. ഇത് നിങ്ങളുടെ നാടാണെന്ന് വിചാരിച്ചോ? നാർക്കാനല്ലേ? പാവം കുട്ടികൾ. ഇതൊക്കെ എന്റെ സ്വത്ത് വേണമല്ലടാ. എന്നാ തേയിലട നിങ്ങൾക്ക്.
അല്ല, എവിടുന്നാ വരുന്നേ? ഞങ്ങളെ കൊച്ചിന്ന് ആഹാ. സാറുമായിട്ട് ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എവിടെയാ താമസം? ഹോട്ടലില്. ഹോട്ടലിലോ? അത് പിന്നെ ഞങ്ങൾക്കൊരു 5-6-7 ദിവസം പണിയുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ. വാ, വന്ന് ഊണ് കഴിക്കാം. ഷോ, ശാപ്പാടോ വീണ്ടും കിട്ടുമോ? പേടിക്കണ്ട, ഇവരുണ്ടെങ്കിൽ അയാൾ കത്തിയെടുക്കില്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി. ഡേ ഗോപാല, അയ്യാ, ആ ബാലുവും അവന്റെ ഭാര്യയും പിന്നെ അവന്റെ മകളും നാളെ വെളുക്കുമ്പോഴേക്ക് ഇവിടെ ഉണ്ടാവണം. சரிங்கய்யா. മിസ്റ്റർ ദേവരാജ്, നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചാൽ പോരായിരുന്നു. ഈ ഗുണ്ടകളെ അയച്ചത് മോശമായിപ്പോയി. ഇതിന് പറയുന്ന പേരാണ് കിഡ്നാപ്പ്. പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയെങ്കിലും ഞാനും ഇപ്പോഴും ഒരു ലോയറാണ്. ഐ വിൽ ടോക്ക് ടു ദ പോലീസ് ആൻഡ് സീ യു ഇൻ ദ കോർട്ട്. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ മേക്ക് എ കാൾ? ഹലോ, എന്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്ന, കൊച്ചിയിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മോളെയും ദേവരാജന്റെ ആളുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. ഉടനെ ഇങ്ങോട്ട് വന്ന് ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. എന്തിനത്ര ചിരി? ഞാൻ പറഞ്ഞ കോമഡി അല്ലല്ലോ. കോമഡി ആയതുകൊണ്ടല്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്തെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് കാശ് കൊടുക്ക്. അതല്ലാതെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പ്രൊട്ടക്ഷൻ എല്ലാം കേൾക്ക കൂടാതെ. അതുതാ ഇങ്ക സട്ടം. അതെയാ? ഫോൺ മേടാ. ഓ, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. ആനന്ദനോട് നിന്നെ ദേഷ്യപ്പെടുന്നേ? ഈ പന്തയം വെച്ച അച്ഛനല്ലേ? എന്നുവെച്ച് എന്നെ കൊലക്കൊടുക്കണമെന്നാണോ? അച്ഛൻ പിന്നെ ഇതിന് ആവശ്യമില്ലാതൊക്കെ പറയുന്നത്. സമീറ, ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കരുത്. വളരെ മോശം. ശരി, നീ പറയുന്നുണ്ട്, മിണ്ടുന്നില്ല. എടാ എടാ, എന്റെ മോളെ നീ കൈവശം കൊടുത്ത് മയക്കല്ലേ? വീടില്ലടാ നിന്നെ ഞാൻ. നീ കാരണം ഇപ്പൊ എന്റെ കുടുംബം തൊലഞ്ഞത്. ഇങ്ങനെ പോയാ നാളെ എന്റെ ശവടക്കലും കൂടി നടക്കും. നിങ്ങൾ പേടിക്കണ്ട സാർ, ഞാനുണ്ട്. നീ ഉണ്ടാവും, പക്ഷെ ഇവന്മാരെന്നെ ഇവിടുന്ന് ജീവനോടെ വിടില്ലല്ലോ. ഏത് നേരത്താണാവോ നിന്നോട് എനിക്ക് ആ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാൻ തോന്നിയത്. അയ്യോ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എന്നെ വിശ്വസിക്കണം. എന്താ ഒരു ശബ്ദം? ചാക്കിയും താഴെ വീഴുന്നത് കാണുന്നില്ലേ? അയ്യോ, ഞാൻ എടുത്തു വെക്കട്ടെ? നീ ഇതൊക്കെ ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ പൊന്നോ. അയ്യടാ, അതൊക്കെ വേഗം വാരി വെക്ക്. ഞാൻ വേണമെങ്കിൽ പൂങ്കാവനത്തിന് അയക്കാം. പൂങ്കാവനോ, എങ്ക ഇരിക്കേ? വീണ്ടും എന്താ ശബ്ദം? ഒരു കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയതാന്നേ. എന്നെങ്കേത് കൊച്ചു പിള്ളേരെ പോലെ. ഹാ, പൂങ്കാവനോ, ആ സാമ്പാർ പരിപ്പെടുത്തുള്ളവേ. ശരിങ്ങമ്മ. അതെ, സമയം ഇപ്പൊ 2 കഴിയാറായി.
നിങ്ങൾ ഊണ് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വള്ളിയെ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരായിരുന്നു. കാപ്പി കുടിച്ചാലേ ഉള്ളൂ. വല്ലപ്പോഴും ഒക്കെ ഭാര്യയുടെ വാക്ക് കേൾക്കണം ദേവരാജ. സ്നേഹത്തോടെ വിളിക്കുകയല്ലേ, പോയി കഴിക്ക്. ഇവരൊക്കെ ആരാ? ആ, എന്റെ ഫ്രണ്ട്സാ, അങ്ങ് കൊച്ചിന്ന് വന്നിരിക്കുക. ഭയങ്കര ക്ലോസാ. ക്ലോസ്. നിങ്ങളും വാ, ഊണ് കഴിക്കാം. നിനക്കും നിന്റെ ചേട്ടൻ വീരസ്വാമിക്കിടയ്ക്ക് 2 പേരുണ്ടായിരുന്നു. ഞാൻ അവരെ കൊന്നു. 5 വർഷമായിട്ട് വേഷം മാറി നടക്കരുത്. ഞാൻ നിന്നെ കൊല്ലാനായിട്ട് ഇവിടെ ഒരു ജോലിക്കാരനെ പോലെ അഭിനയിക്കുകയായിരുന്നു. ഇത്രയും ദിവസം എന്നെ കൊല്ലാൻ വേണ്ടി പതുങ്ങിയിരിക്കായിരുന്നു അല്ലേ? ഇനിയത് വേണം.